നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നെന്മണിക്കര പാലിയംപാടത്ത് കൃഷിയിടത്ത് വൻ തീപിടുത്തം. നിരവധി കാർഷിക വിളകൾ കത്തിച്ചാമ്പലായി. ദേശീയപാത നന്ദിക്കരയ്ക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിലും തീപിടുത്തം. ബജറ്റിലെ നിർദ്ദേശങ്ങൾ ജനദ്രോഹമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ പുതുക്കാട് തുറവ് വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിലായിരുന്നു ധർണ. CPI പറപ്പൂക്കര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ പാലം തോടിന്റെ ബണ്ട് തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിൽ അളഗപ്പനഗർ പഞ്ചായത്തിന് വീഴ്ച വന്നുവെന്ന ആരോപണവുമായി തൃക്കൂർ പഞ്ചായത്ത് അംഗം രംഗത്ത്. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയെ വളർത്താൻ പറപ്പൂക്കര പന്തന്നൂർ ജനതാ UP സ്കൂളിൽ ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര പന്തന്നൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷവും പിതൃബലി തർപ്പണവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നെന്മണിക്കര പാലിയംപാടത്ത് കൃഷിയിടത്ത് വൻ തീപിടുത്തം. നിരവധി കാർഷിക വിളകൾ കത്തിച്ചാമ്പലായി. 20 ഏക്കറോളമാണ് കത്തിനശിച്ചത്. ഏക്കർ കണക്കിന് നീളുന്ന പറമ്പിന്റെ ഒരു ഭാഗത്തു നിന്നും പടർന്ന തീ കാറ്റു പിടിച്ചതോടെ പൂർണ്ണമായും ബാധിക്കുകയായിരുന്നു. സമീപത്തുള്ള പറമ്പുകളിലേക്ക് തീ പടരാതിരിക്കാൻ കൃഷി ഉടമകളുടെ നേതൃത്വത്തിൽ മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്തുമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പാട്ടത്തിനെടുത്ത സ്ഥലത്തെ കൃഷിയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. 50ഓളം നേന്ത്രവാഴ, 20ഓളം കവുങ്ങുകൾ, 10ഓളം തെങ്ങുകൾ, പ്ലാവ്, 5ഓളം മാവും പൂർണ്ണമായും കത്തി നശിച്ചു. കർഷകരായ ഇഞ്ചോടി ദിനേശ്, പാറയ്ക്ക ആന്റണി, പിടിയത്ത് ബൈജു തുടങ്ങിയവരുടെ കൃഷികളാണ് നശിച്ചത്. കൂടാതെ കർഷകനായ വിൻസെന്റ് പൊയ്യയുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ ഷെഡിലെ പൈപ്പടക്കം കത്തി നശിച്ച നിലയിലാണ്. തീപിടുത്തത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അഗ്നിരക്ഷാ സേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത്. നെന്മണിക്കര പഞ്ചായത്തിലെ നെന്മണിക്കര പ്രദേശത്ത് പാലിയംപാടത്ത് ഇന്നുച്ചയ്ക്ക് ഏകദേശം 2:00 അതിഭീകരമായ രീതിയിൽ പാടത്ത് തീ പടർന്നു പിടിക്കുകയുണ്ടായി. അതെങ്ങനെ തീ പടർന്നു പിടിച്ചെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും അതിൻ്റെ ഭാഗമായിട്ട് നെന്മണിക്കര ദേശത്ത് തന്നെ പിടിയത്ത് വീട്ടിൽ കുര്യപ്പൻ മകൻ ബൈജുവിൻ്റെ ഉടമസ്ഥതയിൽ നെന്മണിക്കര ദേശത്തെ ഇഞ്ചോടി വീട്ടിൽ ദിനേഷും അന്തോണിയാട്ടനും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന നേന്ത്രവാഴ കൃഷി 50ഓളം നേന്ത്രവാഴ കൃഷികളും അതുപോലെ തന്നെ തെങ്ങും ചെറിയ കവുങ്ങ് അതുപോലെ തന്നെ മാവ് പ്ലാവ് എന്നിവയെല്ലാം ഈ അട്ടിമറിക്ക് ഇരയായിട്ടുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാരത്തിന് വ്യക്തമായ കോമ്പൻസേഷൻ അതുപോലെ തന്നെ അവർക്ക് സംഖ്യ കണ്ടെത്തി കൃഷിഭവനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അധികാരികളും അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാത നന്ദിക്കരയ്ക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ പറമ്പിലെ ഉണങ്ങിയ പുല്ലിലേക്ക് തീ അതിവേഗം പടർന്നു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സമുച്ചയത്തിലേക്കും തീ പടരാതെ സംരക്ഷിക്കാൻ അഗ്നിരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞത് ആശ്വാസമായി. ബജറ്റിലെ നിർദ്ദേശങ്ങൾ ജനദ്രോഹമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തുറവ് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഭൂനികുതി വർധനവിനെതിരെയും കോൺഗ്രസ് പ്രതിഷേധിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, രജനി സുധാകരൻ, VK വേലുക്കുട്ടി, TV പ്രഭാകരൻ, ഷൈനി ജോജു, സതി സുധീർ, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, ജെയിംസ് പറപ്പുള്ളി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു.
ഭൂനികുതി വർധനവിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഡിസിസി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ സി.എച്ച്. സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, മോളി തോമസ്, ജോൺ വട്ടക്കാവിൽ, സായൂദ് സുരേന്ദ്രൻ, സിജിൽ ചന്ദ്രൻ, ഷൈനി ബാബു, രഞ്ജിത്ത് കൈപ്പള്ളി, തോമസ് കാവുങ്ങൽ, നൈജോ ആന്റോ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു. മാത്രമല്ല അത് തുടർന്നു പോവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം 7 വർഷം കഴിഞ്ഞപ്പോൾ 25 വർഷത്തേക്ക് കേരളത്തിന് 4 രൂപ 24 പൈസയ്ക്ക് വൈദ്യുതി നൽകാമെന്നുള്ള കരാറാണ് ഈ ഗവൺമെന്റ് റദ്ദാക്കിയത്. എന്നിട്ട് എന്ത് ചെയ്തു? സ്വാഭാവികമായും 4 രൂപ 24 പൈസയ്ക്ക് കിട്ടുന്ന വൈദ്യുതി കരാർ തയ്യാറാക്കി പുതിയ കരാറിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക വൈദ്യുതി നിരക്ക് കുറച്ച് കിട്ടും എന്നാണ്. ഇന്ത്യ സഖ്യത്തിന് ദേശീയ തലത്തിൽ നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലായ്മയും വീഴ്ചയുമാണ് രാജ്യത്ത് മോദി ഭരണം വീണ്ടും വരാൻ ഇടവരുത്തിയതെന്ന് സിപിഐ ദേശീയ കൌൺസിൽ അംഗവും കേരള റവന്യൂ മന്ത്രിയുമായ കെ രാജൻ ആരോപിച്ചു. സിപിഐ പറപ്പൂക്കര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ആലത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി പി.ടി. കിഷോർ അധ്യക്ഷനായിരുന്നു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി.യു. പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി.എം. നിക്സൺ, ടി.കെ. ഗോപി, വി.കെ. ബിനീഷ്, ആർ. ഉണ്ണികൃഷ്ണൻ, സി.കെ. ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് കെ.എൻ. ജനമണി, വി.ജെ. മെജോ, പി.ടി. വിശ്വനാഥൻ, സി.എ. രാജു, കെ.എസ്. ചന്ദ്രൻ, രേഖ കിഷോർ, കെ.ബി. പ്രദീപ് കുമാർ, നിമിഷ, ശ്രീനി, ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന ചോദ്യത്തിന് BJP എന്നല്ലാതെ മറ്റൊരു മറുപടിയും ഇന്ത്യയിൽ കണ്ടെത്താനാകില്ല. കുക്കികളാകട്ടെ മെയ്തികളാകട്ടെ പരസ്പരം ആയുധമെടുത്ത് ആക്രമിക്കപ്പെടുമ്പോ ആൾക്കൂട്ടാരവത്തിന്റെ നടുവിലൂടെ 2 യൗവനയുക്തകളായ പെൺകുഞ്ഞുങ്ങൾ തങ്ങളുടെ അഭയകേന്ദ്രം അന്വേഷിച്ച് ആർപ്പുവിളികളുടെ നടുവിലൂടെ നെഞ്ചുപൊട്ടുന്ന കരച്ചിലൂടെ ഓടിപ്പോകുമ്പോ സച്ചിദാനന്ദ മാഷ് പണ്ടെഴുതിയ ഒരു കവിതാശകലം പോലെ കല്ലൂർ പാലം തോടിന്റെ ബണ്ട് തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിൽ അളഗപ്പ നഗർ പഞ്ചായത്തിന് വീഴ്ച വന്നുവെന്ന ആരോപണവുമായി തൃക്കൂർ പഞ്ചായത്ത് അംഗം രംഗത്ത്. ബണ്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മണലിപ്പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടതായും പരാതി. വർഷങ്ങളായി മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയാണ് തൃക്കൂർ പഞ്ചായത്ത് 16-ാം വാർഡിലെ പള്ളം പ്രദേശം. മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് SC വിഭാഗത്തിൽപ്പെട്ട 25ഓളം വീടുകൾ ഉൾപ്പെടെ 50ഓളം വീടുകളുണ്ട്. എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക്. അളഗപ്പ നഗർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കല്ലൂർ പാലം തോടിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. കളക്ട്രേറ്റിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കല്ലൂർ പാലം തോടിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പ നഗർ പഞ്ചായത്തിന് 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് മാസങ്ങൾക്ക് ശേഷം അളഗപ്പ നഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണി തീർത്തത്. മാത്രമല്ല പദ്ധതി പ്രദേശത്ത് നിന്നെടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ്. ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം കളക്ടർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തി. തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ നിന്നും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ലെന്ന് തൃക്കൂർ പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ അനു പനങ്കോടൻ പറഞ്ഞു. എൻ്റെ വാർഡിൽ സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു ഏരിയയാണ് പള്ളം SC കോളനി. അതിന് വെള്ളം കയറുന്നതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളഗപ്പ പഞ്ചായത്തിലെ കല്ലൂർ തോട് പൊട്ടി വരുന്ന വെള്ളമാണ്. ഇത് കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ അളഗപ്പ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളതാണ്. 2022 നവംബറിലാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അവർ വക മാറ്റി ചെലവഴിച്ച് പൊട്ടിയ ഭാഗം കെട്ടാതെ ഒരു പ്രശ്നവുമില്ലാത്ത ഭാഗമാണ് ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം അളഗപ്പ പഞ്ചായത്ത് ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും അടുത്ത മഴക്കാലത്തിന് മുമ്പ് എൻ്റെ വാർഡിലുള്ള ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അടുത്ത മഴക്കാലത്തിന് മുൻപായി കല്ലൂർ പാലം തോടിന്റെ തകർന്ന വശങ്ങൾ കെട്ടി സംരക്ഷിച്ച് തൃക്കൂർ പഞ്ചായത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണമെന്നും പള്ളം പ്രദേശത്തെ കുടുംബങ്ങളെ
വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വർഷങ്ങളായി മഴക്കാലത്ത് കനത്ത വെള്ളക്കെട്ടിലമരുന്ന പ്രദേശമാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം പ്രദേശം. കല്ലൂർ പാലം തോടിന്റെ ബണ്ട് തകർന്ന ഭാഗത്തുകൂടി ഒഴുകിവരുന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി അളഗപ്പനഗർ പഞ്ചായത്തിന് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചു എന്നാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ആരോപണം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയെ വളർത്താൻ പറപ്പൂക്കര പന്തല്ലൂർ ജനതാ UP സ്കൂളിൽ ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഡയറക്ടർ P ഷൈജു, ഇന്ദ്രജിത്ത് കാര്യാട്ട്, പഞ്ചായത്ത് അംഗം KK രാജൻ, പ്രധാന അധ്യാപിക NS അനില, PTA പ്രസിഡന്റ് അജിമോൾ ഷാബു, SSG അധ്യക്ഷൻ മോഹനൻ വടക്കേടത്ത്, സ്റ്റാഫ് സെക്രട്ടറി P ആതിരകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ക്യൂരിഫൈ റിസർച്ച് ലാബ് ആൻഡ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറപ്പൂക്കര യൂണിറ്റിന്റെയും സഹായത്തോടെയാണ് ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബിലെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയെ ഉണർത്തുന്നതിനും പാഠപുസ്തകങ്ങളിലെ ശാസ്ത്രഭാഗങ്ങൾക്ക് നിരീക്ഷണ പരീക്ഷണ അനുഭവങ്ങൾ സാധ്യമാക്കുന്നതിനും ഉതകും വിധമാണ് ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജനതാ LP UP സ്കൂളിൽ ഇത്തരത്തിൽ പുതിയതായി ഒരു സംവിധാനം കൂടി ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബ് കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. വളരെ വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ വിദ്യാലയത്തിൽ നോക്കര സുഭദ്ര പന്തല്ലൂരിൻ്റെ ഓർമ്മയ്ക്കായി അവരുടെ കുടുംബാംഗങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള ഇതാണ് പരിശീലിക്കേണ്ടത്. ആദ്യം അവർക്ക് വേണ്ടത് ഈ ഒരു പ്രോസസ്സാണ്, ഈ ഒരു പ്രവർത്തന രീതിയാണ് അവർ പരിശീലിക്കുന്നത്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള അറിവുകൾ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അവർ മിനിമം ഏറ്റവും കുറഞ്ഞത് ഈ അറിവെങ്കിലും ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൗതുകം നടത്തുന്ന ഒന്നാണ്. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെല്ലാം സയൻസ് ലാബുകൾ ഉണ്ടാവണം. പറപ്പൂക്കര പഞ്ചായത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായ പന്തല്ലൂർ ജനതാ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളുടെ ലാബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ നേരം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പരീക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. കുട്ടിക്ക് മണലിനെ കുറിച്ചോ കടലിലെ തിരമാലകളെ കുറിച്ചോ ആകാശത്തെ കുറിച്ചോ ഒക്കെ എത്ര പറഞ്ഞു കൊടുത്താലും എങ്ങനെ വർണ്ണിച്ചാലും നേരനുഭവങ്ങൾ ഉണ്ടാകില്ല. അതിന് ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട് കടൽ കൊണ്ടുപോയി കാണിച്ച് അവിടെ ഒരു കുളി കുളിച്ചാൽ അത് അവൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായി. അളഗപ്പനഗർ AHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത രാജീവ്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് NS ശാലിനി, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ റോയ് തോമസ്, സ്റ്റാഫ് സെക്രട്ടറി KK സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് 14,15,000 രൂപ ചിലവഴിച്ചാണ് സ്കൂൾ ലാബ് നവീകരിച്ചത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ സ്പാർക്ക് ലൈറ്റ്സ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കോർഡിനേറ്ററായ ക്രിസ്റ്റഫർ ലൂയിസ് ചടങ്ങിന് അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളായ VK ഷിജി, കാതലിൻ ബെന്നറ്റ് എന്നിവർ സന്നിഹിതരായിരുന്നു. 2025-26 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഈ വർഷത്തെ പ്രസിഡന്റായി ദീപകിനെയും സെക്രട്ടറിയായി കാതലിൻ ബെന്നറ്റിനെയും ട്രഷററായി അഭിജിത് ബോസിനെയും തിരഞ്ഞെടുത്തു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വാർഷികാഘോഷം ചൊവ്വാഴ്ച വൈകുന്നേരം 5-ന് നടക്കും. ചലച്ചിത്ര നടൻ TG രവി ഉദ്ഘാടനം ചെയ്യും. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷനാകും.
കൊടകര പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷവും പിതൃബലി തർപ്പണവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുകാവടി, ശിങ്കാരിമേളം, രാത്രി 8-ന് ചികിത്സാ സഹായം, വിദ്യാഭ്യാസ ധനസഹായം എന്നിവയുടെ വിതരണവും ഉന്നത വിജയം നേടിയവരെ ആദരിക്കലുമുണ്ടാകും. തുടർന്ന് മടവാക്കര അനിലിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും. വ്യാഴാഴ്ച പുലർച്ചെ 2:10-ന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിക്കൽ, തുടർന്ന് രാമചന്ദ്രൻ ഇളയത്, ശിവൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നാന്ദിനി പുഴയോരത്ത് ബലിതർപ്പണമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രസമിതി സെക്രട്ടറി സജീഷ് തറയിൽ, വൈസ് പ്രസിഡന്റ് ശശി കല്ലുംപുറം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, രക്ഷാധികാരി സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തോട് തൊട്ടുകിടക്കുന്ന പാവനമായ കുറുമാലിപ്പുഴയുടെ തീരത്ത് പിതൃബലി തർപ്പണത്തിനുള്ള സൗകര്യം വളരെ വിപുലമായി ഒരുക്കിയിട്ടുണ്ട്. 26-ാം തീയതി വെളുപ്പിനാണ് ആരംഭിക്കുന്നത്. ബലിതർപ്പണത്തിന്റെ ചടങ്ങുകൾ 26-ാം തീയതി ശിവരാത്രിക്ക് ശേഷം വെളുപ്പിന് 27-ാം തീയതി വെളുപ്പിന് 2:15-നാണ് ആരംഭിക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി ബലി തർപ്പണ തറയിലേക്ക് ദീപം ആനയിച്ചുകൊണ്ട് ആണ് ബലിതർപ്പണം ആരംഭിക്കുന്നത്. വളരെ വിപുലമായ ബലിതർപ്പണത്തിന്റെ വളരെ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രക്കടവ് ഒരുക്കി കഴിഞ്ഞു. ഇനി എല്ലാ ഭക്തജനങ്ങളെയും മഹാശിവരാത്രി കഴിഞ്ഞ് 27-ാം തീയതി വെളുപ്പിന് 2:15 മുതൽ ബലിതർപ്പണം ആരംഭിക്കുകയാണ് 9 മണി വരെ. അപ്പോൾ ഇളയത്, ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ശിവരാത്രി സ്പെഷ്യൽ സർവീസ് നടത്തുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് ആലുവയിലേക്ക് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ സ്പെഷ്യൽ സർവീസ് നടത്തും. 8 ബസ്സുകളാണ് അരമണിക്കൂർ ഇടവേളകളിലായി യാത്രക്കാരുടെ ലഭ്യതയ്ക്കനുസരിച്ച് സർവീസ് നടത്തുക എന്ന് KSRTC അധികൃതർ അറിയിച്ചു എന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 വരെ ആലുവയിൽ നിന്ന് തിരിച്ചും സർവീസുകൾ നടത്തുന്നതിനാണ് KSRTC ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവ ദിനമായ ബുധനാഴ്ച രാവിലെ 9-ന് ശ്രീഭൂതബലി, കാഴ്ച ശീവേലി, ഉച്ചതിരിഞ്ഞ് 3-ന് കാഴ്ച ശീവേലി, മേളം, രാത്രി 8-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ 8-ന് നെന്മണിക്കര പള്ളം ആറാട്ട് കടവിൽ നിന്ന് ആറാട്ട് എഴുന്നള്ളിപ്പുണ്ടായിരിക്കും. കേരള കാശി എന്നറിയപ്പെടുന്ന മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹാഭിഷേകവും ഫെബ്രുവരി 26-ന് ബുധനാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്താം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സമൂഹാഭിഷേകം. രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവ നടക്കും. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷവും ബലിതർപ്പണവും ഫെബ്രുവരി 26-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് നടത്തും. വൈകിട്ട് 6:30-ന് ദീപാരാധനയ്ക്കു ശേഷം വിവിധ കലാപരിപാടികൾ, രാത്രി 12 മണി മുതൽ ക്ഷേത്ര നടപ്പന്തലിൽ ബലിതർപ്പണം, ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വിശാലമായ ജലാശയത്തിൽ സ്നാനവും നിർവഹിക്കാം. ക്ഷേത്ര മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും. കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 6:45-ന് ക്ഷേത്രം മേൽശാന്തി ഏർന്നൂർമന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. മാർച്ച് 4-നാണ് കുംഭഭരണി മഹോത്സവം നടക്കുന്നത്. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9249275553. ചെറുവാൾ പാടം കൃഷി സമിതി റോളിംഗ് ട്രോഫിക്ക് വേണ്ടി നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടീംസ് ഓഫ് പഞ്ചവടി ജേതാക്കളായി. ജേതാക്കൾക്ക് പഞ്ചായത്ത് അംഗം KA അനിൽകുമാർ, ചെറുവാൾ പാടം കടും കൃഷി സമിതി സെക്രട്ടറി CK വാസു, ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ KA അജയകുമാർ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സബ് കമ്മിറ്റി കൺവീനർ PS ശരത് ശങ്കർ അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി KG സുജിത്, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ MS അജീഷ് എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് സ്നേഹ സംഗമം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പാലക്കപ്പറമ്പ് സൈമൺസ് റീജൻസിൽ വെച്ച് നടത്തുന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും.
നടി ശ്രീദേവിയുടെ ഓർമ്മകൾക്ക് 7 ആണ്ട്. വിവിധ ഭാഷകളിൽ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് ശ്രീദേവി ആരാധക മനസ്സുകളിൽ ചേക്കേറിയത്. അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിന്നിരുന്ന താരമായിരുന്നു ശ്രീദേവി. 4-ാം വയസ്സിൽ തുണൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയം തുടങ്ങിയ താരം 1980കളിലാണ് നായികാവേഷം ചെയ്തു തുടങ്ങിയത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. ദേവരാഗം, തുലാവർഷം, ആ നിമിഷം, സത്യവാൻ സാവിത്രി അടക്കം ഏകദേശം 26ഓളം മലയാള സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട്. പിന്നീട് ബോളിവുഡിലേക്ക് ചേക്കേറിയ ശ്രീദേവി പതുക്കെ അവിടെ താരം റാണിയാവുകയായിരുന്നു. 1983-ൽ ജിതേന്ദ്രയുടെ നായികയായതോടെ ബോളിവുഡിലെ തിരക്കേറിയ താരമായി. സൂപ്പർ സ്റ്റാർ പദവിയും ശ്രീദേവിയെ തേടിയെത്തി. ശ്രീദേവിയുടെ ജീവിതത്തിലുണ്ടായ മറ്റൊരു വലിയ വിവാദം ബോണി കപൂറുമായുള്ള വിവാഹമായിരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ 1996ലാണ് ബോണി കപൂറിനെ ശ്രീദേവി വിവാഹം ചെയ്തത്. 2013ൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 6 ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി 24-ന് ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ദുബായിലെത്തിയ ശ്രീദേവി ഹോട്ടലിലെ ബാത്ത് ടബിൽ വീണ് മരിക്കുകയായിരുന്നു. ശ്രീദേവിയുടെ ഓർമ്മകളിൽ സിനിമാ ലോകം ഇന്നും വിഹരിക്കുന്നു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് വരന്തരപ്പള്ളി സെന്ററിൽ ജനകീയ സദസ്സ് നടത്തും. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷനാകും. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഉയർന്ന മാർക്ക് നേടിയിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം ഇനി മുടങ്ങില്ല. അതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം. ഈ പദ്ധതിയിലൂടെ എല്ലാ വർഷവും 860 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ ഒരുങ്ങുന്നു. എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത? റിപ്പോർട്ട് കാണാം. PM വിജയലക്ഷ്മി പദ്ധതിയുടെ ഗുണങ്ങൾ. ഈട് രഹിത, ഗ്യാരണ്ടർ രഹിത വിദ്യാഭ്യാസ വായ്പ. വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. 7.5 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പകൾ നൽകും. സർക്കാർ 75% ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകും. 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 3% പലിശ സബ്വെൻഷൻ പദ്ധതി നൽകും. 4.5 ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പലിശ സബ്സിഡി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയിൽ നിന്നും വായ്പകൾ ലഭിക്കും. മറ്റ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും PM വിദ്യാലക്ഷ്മി പദ്ധതി പ്രകാരമുള്ള വായ്പകളുടെ പലിശ. മൊറട്ടോറിയം കാലയളവ് ഒഴികെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് കാലയളവ് 15 വർഷം വരെയാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് PM വിദ്യാലക്ഷ്മി പദ്ധതിയുടെ ഗുണം ലഭിക്കുക. കൂടാതെ എല്ലാ വരുമാന ഗ്രൂപ്പുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാം. കോഴ്സ് ഫീസും അനുബന്ധ ഫീസുകളും അനുസരിച്ചായിരിക്കും വായ്പാ തുക. ഇത്തരത്തിലുള്ള വായ്പയ്ക്ക് സർക്കാർ ഒരു കട്ട് ഓഫ് തുകയും നിശ്ചയിച്ചിട്ടില്ല. മാനേജ്മെന്റ് ക്വാട്ട ഉൾപ്പെടെ ക്വാട്ടയിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് അർഹതയില്ല. എറവ് ആറാംകല്ലിലെ കൊലപാതകം പ്രതി റിമാൻഡിൽ. എറവ് ആറാംകല്ലിൽ അരിമ്പൂർ സ്വദേശിയായ പുളിക്കത്തറ വീട്ടിൽ മോഹനനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആറാംകല്ല് താണിക്കൽ ചാലിശ്ശേരി 21 വയസ്സുള്ള ക്രിസ്റ്റിയാണ് റിമാൻഡിലായത്. ഇക്കഴിഞ്ഞ 22-ാം തീയതി ബൈക്കിൽ വന്നിരുന്ന ക്രിസ്റ്റിയും സുഹൃത്തും മോഹനൻ ബൈക്കിന്റെ മുന്നിൽ കയറി നിന്നതിനെ തുടർന്ന് തർക്കമുണ്ടായി. ക്രിസ്റ്റി മോഹനനെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ബലമായി റോഡിലേക്ക് തള്ളിയിട്ടപ്പോൾ മോഹനന്റെ തല റോഡിലിടിച്ച് ഗുരുതരമായി പരുക്കുപറ്റി. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പ്രതി ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവശേഷം ഒളിവിൽ പോയ ക്രിസ്റ്റിയെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ സുബിൻ, അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണകുമാർ, ടാൻസ് ഓഫ് ടീമിലെ അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ഷൈൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോണി എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും പുനരധിവാസ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 10 മുൻപായി സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487238437. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 855 രൂപ, പവന് 64,440 രൂപ. മുപ്ലിയം തേക്കാനത്ത് തേക്കലക്കാടൻ ദേവസി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. താണ്ടുവാണ് ഭാര്യ. സിൽവി, ബീന, ജെസി, സിബി എന്നിവർ മക്കളും. ഡേവിസ്, ജോൺസൺ, ജെൻസി, ജോൺസൺ എന്നിവർ മരുമക്കളുമാണ്. പുത്തനോളി തൊട്ടിപ്പിള്ളി ബിനേഷ് ഭാര്യ ബിന്ദു അന്തരിച്ചു. 47 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സന്ദീപ്, ശില്പ എന്നിവർ മക്കളും. സുബീഷ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മണിക്കര പാലയംപാടത്ത് കൃഷിയിടത്ത് വൻ തീപിടുത്തം. നിരവധി കാർഷിക വിളകൾ കത്തിച്ചാമ്പലായി. ദേശീയപാത നന്ദിക്കരയ്ക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിലും തീപിടുത്തം. ബജറ്റിലെ നിർദ്ദേശങ്ങൾ ജനദ്രോഹമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ, പുതുക്കാട്, തുറവ് വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിലായിരുന്നു ധർണ. സിപിഐ പറപ്പൂക്കര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ പാലം തോടിന്റെ ബണ്ട് തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിൽ അളഗപ്പനഗർ പഞ്ചായത്തിന് വീഴ്ച വന്നുവെന്ന ആരോപണവുമായി തൃക്കൂർ പഞ്ചായത്ത് അംഗം രംഗത്ത്. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയെ വളർത്താൻ പറപ്പൂക്കര പന്തന്നൂർ ജനത UP സ്കൂളിൽ ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര പന്തന്നൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷവും പിതൃബലി തർപ്പണവും ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.